everyone. UBOTS SSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ടീസ് എൻട്രീനെ കുറിച്ചാണ്. ടീസ് എന്ന ടെക്നിക്കൽ എൻട്രി സ്കീമാണ്. ഓക്കെ, ഏകദേശം 90 പോസ്റ്റുകളേ ഉള്ളൂ. തുറന്ന് ആദ്യമേ പറയാം, 90 പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇതില്. എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ അതുവരെ നിങ്ങളോട് നിർത്തുകയൊക്കെ ചെയ്യാം. ഓക്കെ, 90 പോസ്റ്റുകളാണുള്ളത്. അതും +2 സയൻസ് പഠിച്ച പിള്ളേർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അല്ലാതെ പിള്ളേർ ഇത് കണ്ടോ? ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പിള്ളേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും പറയും, നാട്ടിലെല്ലാവരും പറയും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റിലാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ഇപ്പോ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ തരാം. എടാ, 10 കഴിഞ്ഞിട്ട് +1ഉം +2നെയും കൂടെ നിങ്ങൾക്ക് ഒരു +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒരു ജോലി വേണോ, അതോ +2 കഴിഞ്ഞ് വീണ്ടും ഡിഗ്രിക്ക് ഇപ്പൊ 4 കൊല്ലമാണ് ഡിഗ്രി, 4 കൊല്ലം പോയി, പിന്നെ PGക്ക് 2 കൊല്ലം പോയി, അത് കഴിഞ്ഞ് 6 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ജോലി വേണോ? ഈ 17 വയസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 16 തൊട്ടിട്ട് NDAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 16 വയസ്സ് തൊട്ട് 19 വയസ്സിലാണ് NDA വരുന്നത്. എടാ, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾ ഡിഗ്രിയും പഠിച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തുമില്ല, നിങ്ങൾ ഏജ് ഔട്ട് ആവും. അങ്ങനെ കുറെ പിള്ളേർ ഇപ്പോ നമ്മുടെ അടുത്തോട്ട് എത്തിയിട്ട് നമ്മൾ SSC കാറ്റഗറി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇപ്പൊ 10ാം ക്ലാസ്സിലും +1ലും +2ലേക്ക് ആയിരിക്കുന്ന പിള്ളേരോട് എനിക്കൊരു കാര്യം പറയാവുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തോന്നിയ രീതിക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ പഠിക്കുന്ന +1 +2 ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, അതായത് ഇപ്പോ സയൻസ് ആയിക്കോട്ടെ, അതർ ദാൻ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഏതോ ആയിക്കോട്ടെ, അതില് നിങ്ങൾക്ക് ഏകദേശം വരുന്ന എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ട്യൂഷൻ ആയിട്ട് തരാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് +2 അത് കഴിഞ്ഞു വരുമ്പോൾ ഈ ആർമിയുടെ എക്സാം എഴുതി ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഡിഫൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളും ഞങ്ങൾ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ +1 +2ന്റെ കൂടെ തന്നെ, അത് കുറെ പേര് പറയുന്നതാണ് +1 +2 ട്യൂഷന് പോകുന്നത്, അതിന്റെ കൂടെ പഠിക്കാൻ വേണ്ടിയില്ല എന്നൊക്കെ. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ ക്ലാസ് +1ഉം +2ഉം പാസ്സാക്കി തരുകയും ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് ഞങ്ങൾ തരാം. എടാ, ഒരു 22-23 വയസ്സാകുമ്പോൾ നിങ്ങളൊക്കെ മിക്ക ആൾക്കാരും PSC കോച്ചിങ്ങിന് പോകും. ജോലി സാധ്യത വളരെ കുറവാണ് PSC കോച്ചിങ്ങിന്. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒരു ദിവസം, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ കറണ്ട് അഫയേഴ്സും വായിച്ച് ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ പോവാണെങ്കിൽ 2 വർഷം നിങ്ങൾ മുമ്പിലുണ്ട്. ഉറപ്പിച്ച് പറയാം, ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് എന്തായാലും ജോലി കിട്ടും. കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷം +2ൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഇപ്പൊ +2 കഴിഞ്ഞു. അപ്പൊ +2 കഴിഞ്ഞ ഉടനെ തന്നെ അവരിപ്പോ ജോലി കയറി. അതായത് 1 വർഷത്തെ ട്രെയിനിങ് ആയിരുന്നു, ഹാർഡ് കോർ ട്രെയിനിങ് തന്നെ എടുത്തത്. ഫിസിക്കൽ ആണെങ്കിലും ശരി, വെയിറ്റ് ഒക്കെ 40 50ലേക്ക് എത്തിച്ചത്. അപ്പോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കോഴ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ മൊത്തം ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് നിങ്ങൾ ആദ്യം അടയ്ക്കുന്ന ഫീസ് കൊണ്ട്, അതും 5000 രൂപയാണ് ഫീസ് വരുന്നത്. എല്ലാം കൂടി 10000 രൂപയാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പൊ ഓഫർ പ്രൈസിലാണ് പോകുന്നത്. 5000 രൂപയാണ് വരുന്നത്. അതും നിങ്ങൾക്ക് എന്നാണോ ജോലി കിട്ടുന്നത് അതുവരെ ഞങ്ങൾ ഡിഫൻസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ തരും. അത് +1ൽ പഠിക്കുന്ന കുട്ടി എടുത്താലും ശരി, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എടുത്താലും ശരി, ആദ്യത്തെ 100 പേർക്കാണ് ഈ ഓഫർ ഞങ്ങൾ തരുന്നത്. അതായത് ആദ്യം കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന 100 പേർക്ക് നിങ്ങൾക്ക് എന്നാണോ കിട്ടുന്നത് അതുവരെ സ്റ്റഡി മെറ്റീരിയൽ തരും, ക്വസ്റ്റ്യൻ പേപ്പർ തരും, വർക്ക്ഔട്ട് തരും, ക്ലാസ് തരും കേട്ടോ. അത് ഞങ്ങളൊരു ഉറപ്പാണ് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് TS എൻട്രി എന്താന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി TS എൻട്രി എന്താന്ന് നോക്കാം. ടെക്നിക്കൽ എൻട്രി സ്കീമാണ്. ഓക്കെ, ജനുവരി 2026 ബാച്ചിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12 ജൂൺ 2025 അതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. +2 സയൻസ് പഠിച്ച പിള്ളേർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. എടാ, TS എൻട്രി NDA പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ്. പല പിള്ളേർക്കും അറിയില്ല. ഇതിന് നിങ്ങൾ എഴുതിയ പോലെ കീമിന്റെ, അതേപോലെ നിങ്ങൾ +2 പഠിക്കുന്നതിനെ കൂടി നീറ്റിൽ പഠിക്കുന്നു, കീമിന് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാവുന്ന ഒരു പോസ്റ്റാണ് TS എൻട്രി എന്ന് പറഞ്ഞാൽ. ആർമിയിൽ നേരെ ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്ക് ആയിരിക്കും ഇതിന് പോസ്റ്റിംഗ് കിട്ടുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മക്കളെ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. JEക്ക് അപ്ലൈ ചെയ്ത ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. റിട്ടൺ എക്സാം ഇല്ല. ദാറ്റ് ഇസ് എ ഹൈ ഇമ്പോർട്ടന്റ് പോയിന്റ്. നോ റിട്ടൺ എക്സാം ആണ്. നേരെ നിങ്ങൾ SSBന്റെ ഇന്റർവ്യൂവിനാ പോകുന്നത്. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തുതരാം. ഡോക്യുമെന്റ്സ് അയച്ചു അവിടെ ഉണ്ടാവും പോകുന്ന കാര്യങ്ങൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ട് താഴെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ ഒരു കമന്റ് ഇടുക. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് കമന്റ് ഇടുക. അത്രയും കുട്ടികളെ എണ്ണം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇന്റർവ്യൂവിന് ചെയ്യേണ്ട പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരൊക്കെ നമ്മൾ UPSC ട്രെയിനേഴ്സ് ഉണ്ട്, അവരെ വെച്ച് ചെയ്യിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്ലൈഡ്സിലേക്ക് പോവാം. നോക്കണം എന്താണ് TS ആണ്. TS ടെക്നിക്കൽ എൻട്രി സ്കീം, എ സ്പെഷ്യൽ ഡേ ഫോർ യങ് മാൻ ഹു കംപ്ലീറ്റ് 12th വിത്ത് PCM. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. become engineers and officers in the Indian Army without writing NDA or CDS exams.
അതായത് ഓഫീസർ റാങ്കിലേക്ക് എത്താൻ എന്തിന് നിങ്ങൾക്ക് NDA അല്ലെങ്കിൽ കമ്പൈൻ ഡിഫൻസ് സർവീസ് എക്സാംസ് ഒന്നും എഴുതാതെ മെയിൻ എന്ത് ചെയ്യാം CDS ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് വേറെ കേസ്, അത് വേറെ തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ അറിവില്ലായ്മ കുറെ ഉണ്ട്, ആ അറിവില്ലായ്മ തീർത്തരാൻ ഞാനുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നേരെ ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് കയറുന്ന ഇതാണ് TS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി TS ഇസ് എ ഗോൾഡൻ ചാൻസ് ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് തുടക്കത്തിൽ പറഞ്ഞ തന്നെ വിട്ടുപോയതാ. അപ്പൊ 12th കഴിഞ്ഞതിന് ശേഷം ആർമിയിലേക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, 60% ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അതായത് നിങ്ങൾക്ക് മിനിമം 60% ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എല്ലാം കൂടെ ഇത് 60% ഉണ്ടാവണം. അതുപോലെ തന്നെ JEE മെയിൻസ് അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാം മിലിറ്ററി നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അതിന് നിങ്ങൾ നീറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നീറ്റിൽ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ ഇതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതേപോലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, JEEക്ക് അപ്ലൈ ചെയ്ത പിള്ളേർക്ക് ഇതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ബേസ്ഡ് ഓൺ JEE റാങ്ക് പ്ലസ് 12th മാർക്ക്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ JEEയുടെ മാർക്ക് ടോട്ടൽ മാർക്കും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ +2ന്റെ മാർക്കും ആഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ എന്ത് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. നോ ഫിക്സ്ഡ് JEE കട്ട് ഓഫ്. JEE കട്ട് ഓഫ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ തന്നെ പറഞ്ഞാണ്, ഒരു 1.5 ലക്ഷം റാങ്കിന്റെ അടിയിലും ഒരു 75-80% ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്തോളാം. ഒരു മടിയും വേണ്ട, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് അറ്റൻഡ് SSB ഇന്റർവ്യൂ. സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ ട്രെയിനിങ് ഫോർ 4 years, പിന്നെ 4 വർഷത്തെ ട്രെയിനിങ്. ആ ട്രെയിനിങ് തന്നെ 56,000 രൂപ സാലറിയോട് കൂടി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കടാ. കോമൺ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മാർക്സ് ആർ റിക്വയർഡ് JEE. ഇത് കുറെ പേര് പിള്ളേർ എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ്, TS എത്ര മാർക്ക് സ്കോർ ചെയ്യണമെന്ന്. ഞാൻ ആക്ച്വലി ഇത് 90 വേക്കൻസി ആണ്, ഞാൻ കൂടുതൽ ഇമ്പോർട്ടന്റ് ഇപ്പൊ ക്ലാസ്സിലാണ്. ഒരു 6-7 പിള്ളേര് ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ട്, TS എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. എടാ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യും, ഇല്ലെങ്കിൽ ഞാനൊന്ന് ഡിലേ ആക്കും. കാരണം എന്താ, നിങ്ങൾ ക്ലാസ് വരുന്നതും കൂടി ഞങ്ങളൊരു ഹൈ പ്രയോറിറ്റി ആണ്. അതായത് നേവിയുടെ എക്സാംസ് ആർമിയുടെ എക്സാംസ് ഒക്കെ വരികയാണ്. അതിനിവിടെ സാറന്മാരൊക്കെ ഇരുന്ന് രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ ക്രാഷ് കോഴ്സും മെറ്റീരിയലും തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ബോക്സിൽ, ഏതെങ്കിലും വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തന്നിരിക്കും. ഒരു കമന്റിന് പോലും നമ്മൾ റിപ്ലൈ തരാതെ പോകില്ല. നിങ്ങൾ ചോദിക്കുന്ന എന്ത് ചോദ്യമാണെങ്കിലും ശരി, അത് കമന്റ് ബോക്സ് ആയിക്കോട്ടെ, ടെലഗ്രാം ഗ്രൂപ്പ് ആയിക്കോട്ടെ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം തരാന്നുള്ള ഞങ്ങളുടെ ബാധ്യതയാണ്. ഞങ്ങളത് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഫിക്സ്ഡ് സ്കോർ ഇല്ല അല്ലേ. ബട്ട് ഹൗ ഇറ്റ്സ് വർക്ക്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോ നിങ്ങൾ 2025 JEE കോഴ്സിന്റെ എന്താണ് സ്കോർ എടുത്ത് നോക്കുകയാണ്. നിങ്ങളെ മൊത്തം എക്സാം നോക്കി നോക്കും. ദാറ്റ് മീൻസ് കോമൺ റാങ്ക് ലിസ്റ്റ് സ്കോർ ആണ് മൊത്തം നോക്കുക. പിന്നെ നിങ്ങളുടെ +2 PCMന്റെ മാർക്കാണ് അവിടെ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. ദെൻ സെറ്റ് എ കട്ട് ഓഫ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, ഒരു ഇന്റർവ്യൂ അവർ തന്നെയാണ് തീരുമാനിക്കുക എത്ര പെർസെന്റേജ് കിട്ടിയ ആൾക്കാരെ മതി എന്നുള്ള രീതിയിൽ അവർ കട്ട് ഓഫ് തീരുമാനിക്കും. എടാ ഇത് അപ്ലൈ ചെയ്യാൻ ഫീസ് ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം, എന്തായാലും അപ്ലൈ ചെയ്തോളാം. അഥവാ ലക്കിന് കിട്ടിയാലോടെ SSBയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ വലിയ കാര്യം, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം, പേടിച്ച് മാറി കളിയുന്നത്. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം, പേടിച്ച് മാറി നിൽക്കരുത് കേട്ടോ. ഇനി ആ കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾക്ക് SSBയുടെ ഒരു കോൾ ലെറ്റർ വരുന്നതായിരിക്കും കേട്ടോ. ദ കട്ട് ഓഫ് വേരീസ് എവറി ഇയർ ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓഫ് അപ്ലിക്കൻസ്, നമ്പർ ഓഫ് വേക്കൻസീസ്, ആവറേജ് പെർഫോമൻസ് ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് ഇത് പല രീതിക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതായത് കൂടുതൽ പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ TSനൊക്കെ പൊതുവെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവാണെന്ന് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, മറ്റേതിനൊക്കെ അപേക്ഷിച്ചിട്ടോ. ഇനി പാസ്റ്റ് ട്രെൻഡ്സ്, കഴിഞ്ഞ വർഷമൊക്കെ വന്നത് 2024 PCMന്റെ കട്ട് ഓഫ് വന്നത് 80 മുതൽ 85% ആണ്. റാങ്ക് 1.5 ലക്ഷം ആണ് SSBക്ക് ആള് കിട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ 2023 85-90 ആണ് വന്നത്. റാങ്ക് 1.2 ലക്ഷത്തിന്റെ ഇടയിലാണ്, അത് കുറച്ച് ഹൈ ടൈം ആയിരുന്നു. അതേപോലെ തന്നെ TSന്റെ 2022 വന്നത് 80% വന്നത്. അപ് ടു 1.7 ലാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ 1.7 ലക്ഷത്തിന്റെ ഉള്ളിൽ റാങ്കിൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കട്ട് ഓഫിൽ കോൾ ലെറ്റർ വരുന്ന പോലെ കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഫിസിക്സിൽ 75 മുതൽ 80% സ്കോർ ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ കോമൺ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും. നിങ്ങളൊന്നും മെനക്കെട്ട് പഠിച്ചാൽ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എടാ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. എടാ കുറെ പിള്ളേർ പറയുന്നതാണ് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത്, കുറെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ലൈവിലൊക്കെ ഒന്ന് പിള്ളേർ പറഞ്ഞ കാര്യമാണ് അല്ലെ, എന്ത് ഇത് അറിഞ്ഞില്ല ഇങ്ങനെ ചാനലുള്ള കാര്യമൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർമിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, നിങ്ങളെ +2 ഗ്രൂപ്പിലേക്കോ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടട്ടെ, ഞങ്ങൾ ഈ ഇത് നടത്തുന്ന തന്നെ അതുകൊണ്ടാണ്. ഞങ്ങൾ കാരണം നിങ്ങൾ കുറെ പേര് രക്ഷപ്പെടണം, അതും വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. ഞങ്ങൾ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാണ്. ഞങ്ങളൊരു 6-7 പേരുള്ള ഒരു ടീമാണ്. ഓക്കെ, ഇനി ഹൗ ടു ഇംപ്രൂവ് യുവർ ചാൻസസ് ഫോർ TS.
TS നിങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ചാൻസ് കിട്ടാനുള്ളത് 80 മുതൽ 80% നിങ്ങൾ PCM സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ ജെയിൽ ഒരു 1.5 ലക്ഷത്തിനുള്ളിൽ വരിക. പിന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആക്കി വെക്കുക. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പിള്ളേർ, അത് NDA ആയിക്കോട്ടെ, CDSന്റെ ആയിക്കോട്ടെ, SSBന്റെ UPSCയുടെ എന്തോ ആയിക്കോട്ടെ, ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകാനാണ് യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. ഒരു ഉത്തരം അറിയില്ലെങ്കിൽ അവിടെ കിടന്ന് അറിയില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കണം. അതേപോലെ നിങ്ങളോട് ചോദിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല. ടു ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പേടിച്ച് നിൽക്കേ. അതുപോലെ തന്നെ അവിടെ ഏറിപ്പോയി എന്താ സംഭവിക്കുക, അത് കിട്ടൂല. അല്ലാതെ നിങ്ങളെ തൂക്കി കൊല്ലാനൊന്നും പോണില്ലല്ലോ. അപ്പൊ ബി കോൺഫിഡന്റ്. എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. ലൈഫിൽ എന്ത് ഹാർഡ് ഇഷ്യൂ വന്നാലും ശരി നമ്മൾ ഫേസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങളെ മാക്സിമം ഇങ്ങനത്തെ ഒരു കോഴ്സിലേക്കോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. അത് വേറെ ആർക്കെങ്കിലും കൊണ്ടുതരാൻ പറ്റില്ല. നിങ്ങൾ ഓൺ ബിൽഡ് ചെയ്യേണ്ട കാര്യമാണത് കേട്ടോ. പിന്നെ പ്രാക്ടീസ് ഫോർ SSB ഇന്റർവ്യൂ. അതായത് പിന്നെ നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്യാം. ഗ്രൂപ്പ് ഡിസ്കഷനും ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും, ഇന്റർവ്യൂ റൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ മോക്കായിട്ട് വെച്ചൊക്കെ ഒരു രസമല്ലേ. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലൂടെ ഗൂഗിൾ മീറ്റിലൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത പിള്ളേരുണ്ടെങ്കിൽ പറ, നമുക്ക് അതിനുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, കോമൺ മിസ്കൺസെപ്ഷൻ. ഇതിനെ പറ്റി കുറെ മിസ്കൺസെപ്റ്റുകൾ. ഒന്നാമത്തെ മിസ്കൺസെപ്റ്റ് ആണ് ജെയ്ക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് TS കിട്ടുള്ളൂ. ഇല്ല, നിങ്ങൾ 1.5 ലക്ഷത്തിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്നതാണ്ടോ. ആ കട്ട് ഓഫ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് PCM പെർസെന്റേജ് ഈസ് ഇനഫ്. അതായത് നിങ്ങൾക്ക് PCMന്റെ മാത്രം ഇത് മാർക്ക് കിട്ടിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് അപ്പിയർ ഇൻ JEE മെയിൻസ്. നിങ്ങൾ അതിനൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്താൽ മതി. അല്ല ജെയ്ക്ക് ഇന്ന കട്ട് ഓഫ് ഒന്നുമില്ല, അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഇതിന് അപ്പിയർ ചെയ്താൽ മതി. പിന്നെ ജോബ് കിട്ടാനാണ് ഞാൻ പറഞ്ഞ 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ കൺഫർമേഷൻ കോൾ ലെറ്റർ വരാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഓൺലി ഇതില് ടോപ്പേഴ്സ് മാത്രമൊന്നല്ല ഗെറ്റ് സെലക്ട് ആയിട്ടുള്ളത് അത് കേട്ടോ. ഇത് കുറെ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ചെന്നിട്ട് കോൺഫിഡൻസിന്റെ ഇഷ്യൂ ഉണ്ട്. കോൺഫിഡൻസ് കൊണ്ട് എന്ത് ഇന്റർവ്യൂവിൽ ഫെയിൽ ആയി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ആവറേജ് ആണ് നിങ്ങൾ. നമുക്കറിയാം, ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും പ്രിപ്പയർ ചെയ്യും ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് വളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാം എന്റെ എത്രത്തോളാണ് ലെവൽ ഉള്ളതെന്ന്. അതേപോലെ നിങ്ങളത് മനസ്സിലാക്കുക. ആ പൊട്ടൻഷ്യൽ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഞാൻ ഇന്റർവ്യൂ ഉണ്ടായതുകൊണ്ടാണ് മക്കൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഇന്റർവ്യൂവിന് പല പിള്ളേർക്കും പേടിയാണ്. കാരണം നിങ്ങൾ ചെറിയ പ്രായത്തിലൊന്നും എന്തിനാ ഇവിടെ പുറത്തെ സ്കൂളുകളിലൊക്കെ, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇന്റർവ്യൂകളും അതുപോലെ തന്നെ ഇവർക്ക് സംവാദങ്ങളിൽ ഏർപ്പെടാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കതൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ചെറിയ പോരായ്മയാണെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, സെൽഫായിട്ട് മോട്ടിവേറ്റ് ആവുക, സെൽഫ് കോൺഫിഡൻസ് നമ്മൾ മാക്സിമം ബിൽഡ് ചെയ്യുക കേട്ടോ. നോ NDA ഹാസ് റിട്ടൺ എക്സാം, TS ഡസ് നോട്ട്. അതായത് TS NDA ഒരുപോലെയാണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്നെ പിള്ളേര് വിളിച്ച് ചോദിച്ചപ്പോൾ ചോദ്യങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾ ഓർഡർ ആക്കി വെച്ചത്. NDA ഒരു റിട്ടൺ എക്സാം ആണ്, TS ഒരു റിട്ടൺ എക്സാം ഇല്ല. JEE ആണ് അതിന്റെ റിട്ടൺ ആയിട്ട് വരുന്നത്. JEE ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ NDA ഇതെന്താണ്, TS അപ്ലൈ ചെയ്യാം. NDAക്ക് വേറെ തന്നെ എക്സാം ഉണ്ട്. 900 മാർക്കിന്റെ ഒരു എക്സാം തന്നെ അവിടെ കിടപ്പുണ്ട്. NDAന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ അതും കൂടി ഒന്ന് പോവാ. NDAന്റെ മിസ്കൺസെപ്റ്റ് ഞാൻ അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഓൺലി അൺമാരീഡ് ബോയ്സ് ക്യാൻ അപ്ലൈ. അതിലും 16 വയസ്സിൽ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുമല്ലോ. നോർത്തിലൊക്കെ ഉണ്ട്, നമ്മൾ കേരളത്തിലില്ല. ഏജ് എന്ന് പറയുന്നത് 16 മുതൽ 19 വയസ്സ് വരെയാണ് കേട്ടോ. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് January 1, 2006 2026 ഈ 17 19 ആയിരിക്കണം. ദാറ്റ് മീൻസ് 2 ജൂലൈ 2006 1 ജൂലൈ 2009 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് ക്ലാസ് 12 വിത്ത് PCM 60. ഞാൻ കുറെ പറഞ്ഞു. പിന്നെ അപ്പിയർഡ് ഇൻ JEE മെയിൻസ്. ഓക്കെ, ഇനി അടുത്ത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. അപ്ലൈ ഓൺലൈൻ ഡേറ്റ് തുടങ്ങിയത് 13-ാം തീയതിയാണ്. ഇന്നത്തെ 14-ാം തീയതി. ഞാൻ 4 ദിവസം ഡിലേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അപ്ലൈ ഓൺലൈൻ ലാസ്റ്റ് ഡേറ്റ് 12th ജൂൺ ആണ്. ഇപ്പൊ തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാട്ടോ, നേരത്തെ ലാസ്റ്റിലേക്ക് വെക്കണം. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരോടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനേ പറയുള്ളൂ. എടാ ഇതൊക്കെ ഒരു രസമാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യാം. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ പോയി അപ്ലൈ ചെയ്താൽ പോരെ. പിന്നെ SSB ഇന്റർവ്യൂവിന്റെ ഡേറ്റ് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരും. ഓക്കെ, ഇനി അടുത്ത് നാഷണാലിറ്റി. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓരോ സിറ്റിസൺ ഓഫ് നേപ്പാളും കുഴപ്പമില്ല. ഓക്കെ, ഇന്ത്യൻ ഒറിജിൻ, അതിൽ ശ്രീലങ്ക, കെന്യ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് പുറത്തുപോയ ആൾക്കാർക്ക് പറ്റുന്നത്. മെയിൻലി ഇന്ത്യൻ സിറ്റിസൺ നോക്കി നാഷണാലിറ്റി പറ്റുക. ഇനി അടുത്തത് ഡോക്യുമെന്റ്സ് റിക്വയർഡ്. നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്താൽ, എപ്പോഴും ഞാൻ പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പ്,
അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. 12th ആൻഡ് 10th-ന്റെയും 12th-ന്റെയും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, പാൻ കാർഡ് ഓർ ആധാർ കാർഡ്. ഞാൻ പറയുന്നതാണ് പാൻ കാർഡ് എടുത്ത് വെച്ചോളാം. അപ്പൊ നേവിയുടെ എക്സാമിന് നമുക്ക് പാൻ കാർഡ് മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡ് ഉണ്ടായത് പാൻ കാർഡ് എന്ന്. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയാണ് ചോദിച്ചത്. പാൻ കാർഡ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇനി അപ്ലൈ ചെയ്യേണ്ടത് www.joinindianarmy.nic എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 13 മെയ് മുതൽ 12 മെയ് വരെ. ഓക്കെ, ഓൺലൈൻ അപ്ലിക്കേഷൻസ് മാത്രമേ ഇത് വെക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓൺലൈൻ സബ്മിഷന്റെ ഫോം ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചോളാം കേട്ടോ. പ്രിന്റ് എടുത്ത് വെച്ചോളാം, ഹാർഡ് കോപ്പി തന്നെ കയ്യിൽ വെച്ചോളാം. സോഫ്റ്റ് കോപ്പി എന്നിട്ട് എന്ത് ചെയ്യാം, ടെലഗ്രാമിലേക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അയച്ചു കൊടുക്കുക. നിങ്ങളിൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, മിസ്സായി പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അമ്മയും അച്ഛനും അല്ലെങ്കിൽ നിങ്ങൾ ഗേൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോ. നിങ്ങൾ രക്ഷപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെ ഗേൾ ഫ്രണ്ട്സ്. 19 വയസ്സല്ലേ, അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്ലിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ജെഇ മാർക്ക് വെച്ചിട്ടായിരിക്കും. SSB ഇന്റർവ്യൂ 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSBയുടെ ഇന്റർവ്യൂ ആയിരിക്കും കേട്ടോ. അതായത് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഫൈനൽ മെറിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ജോയിനിങ് ലെറ്റർ വരും. ഓക്കെ, അപ്പോ SSBയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരെ മെഡിക്കൽ ടെസ്റ്റ് ആണ്, പിന്നെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റും, പിന്നെ നേരെ ഷോർട്ട് ലിസ്റ്റ് ഒരു ജോയിനിങ് ലെറ്ററും വരും. SSBയുടെ ഇന്റർവ്യൂവിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹെൽഡ് ഓൺ 4 സെന്റേഴ്സ്, പ്രയാഗ്രാജ്, ഭോപ്പാൽ, ബാംഗ്ലൂർ, ജലന്ധറിലാണ് എന്ത് ചെയ്യുന്നത് SSBയുടെ ഇന്റർവ്യൂസ് വെക്കുക. ഓക്കെ, നമുക്ക് ബാംഗ്ലൂരൊക്കെ ആവാൻ കിട്ടാൻ സാധ്യത കൂടുതൽ. പിന്നെ സ്റ്റേജ് 1-ൽ നിങ്ങൾ സ്ക്രീനിങ് ആണ്. സ്റ്റേജ് 1-ൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഇവനെ കൊണ്ടത് പറ്റുമോ, അതായത് ഇവൻ ഓക്കെ ആണോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് സ്റ്റേജ് 1-ൽ നോക്കാം കേട്ടോ. സ്റ്റേജ് 2-ല് ഗ്രൂപ്പ് ടെസ്റ്റുകളായിരിക്കും. നമുക്കറിയാം മനുഷ്യൻ എന്ന് പറഞ്ഞ സാമൂഹിക ജീവിയാണ്. നിങ്ങളൊരു സോൾജിയർക്ക് ആയി കഴിഞ്ഞ് ഒരു ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ സോൾജിയേഴ്സ് ഉണ്ട്. നിങ്ങൾ താഴെയുള്ള കുറെ പേരെ ഒന്നിച്ചു നിർത്തണം, അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റിൽ ആദ്യം ഉണ്ടാവുന്ന ഗ്രൂപ്പ് ടെസ്റ്റുകളായിരിക്കും, കൂട്ടം ചേർന്ന് നടത്താൻ പറ്റിയ കൂട്ടത്തോടെയുള്ള ടെസ്റ്റുകളായിരിക്കും ആദ്യം തരിക. അവിടെ നിങ്ങളെ സൈക്കോളജി, അതായത് നിങ്ങളെ മാനസിക നില പരിശോധിക്കും. പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ സ്റ്റേജ് 2-ലെ. പിന്നെ നിങ്ങൾ സ്റ്റേജ് 1 ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, 5 ഫുൾ ഡേ ടെസ്റ്റിങ്ങിന് അവിടെ നിൽക്കണം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അയക്കും. എടാ, ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ അനലൈസ് ചെയ്യാന്നാണ്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണ് ഒരു മൊത്തം ആൾക്കാരെയും കൊണ്ടിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാർ. ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്ക് ആയിരിക്കും ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ ഒക്കെ കിട്ടി മേലോട്ട് പോവുകയാണെങ്കിൽ ബ്രിഗേഡിയർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതില്. ഓക്കെ, ഇനി ട്രെയിനിങ് ഡീറ്റെയിൽസ് നോക്കാം. 4 വർഷത്തെ ട്രെയിനിങ് ഉണ്ടാവുക. 3 വർഷം പൂനെയിലോ സിവിൽ ആൻഡ് മെക്കാനിക്കൽ അങ്ങനെ ഏതെങ്കിലും IT ടെലികോമിൽ MCD അവല് ടെലികോം, പിന്നെ MCME സെക്കന്ദരാബാദ് വരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. ലാസ്റ്റ് 1 ഇയർ IMAയുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഡെറാഡൂണിൽ വരുന്ന ട്രെയിനിങ് ആയിരിക്കും. അവസാനത്തെ 4 വർഷം at the end of 4 years you will receive an engineering degree. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നിട്ട് അവിടെ, അതായത് സിവിൽ മെക്കാനിക്കൽ, IT ടെലികോം, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഏതിലെങ്കിലും ഒക്കെ എന്തായിരിക്കും ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എഞ്ചിനീയറിംഗിന് സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ആലോചിക്കേ, കീമൊക്കെ എഴുതി വെറുതെ നിങ്ങൾ അങ്ങോട്ടേക്ക് പൈസ കൊടുത്തിട്ട് 5000-6000 ഒക്കെ ഉള്ളു, എന്നാൽ പോലും കീമും ജയിക്കരുത് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ടേക്ക് സാലറിയോട് കൂടി ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇത് കണ്ടു വെച്ച് ഇതിനും വേണ്ടി പഠിച്ചോ കേട്ടോ. ഇനി ആഫ്റ്റർ ട്രെയിനിങ് നിങ്ങൾ ലെഫ്റ്റനന്റ് ഇൻ ദ ഇന്ത്യൻ ആർമി ആയിട്ടാണ് കയറുക. യു റിസീവ് എ പെർമനന്റ് കമ്മീഷൻ, മീൻസ് ഫുൾ ടൈം ഓഫീസർ ആയിട്ടായിരിക്കും കയറുക. മന്ത്ലി സാലറി സ്റ്റാർട്ട്സ് അറ്റ് 56,100 രൂപ, അതായത് 56,100 രൂപ, 56,100 റുപ്പീസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഗ്രോസ് വിത്ത് പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് കൂടും. ഞാനിവിടെ അതും തന്നിട്ടുണ്ട്. ലെഫ്റ്റനന്റിന് 56,100 മുതൽ 1,77,500 വരെയാണ് സാലറി വരിക. ക്യാപ്റ്റൻ പോസ്റ്റിലേക്ക് 61,300 മുതൽ 1,93,900 വരെ കിട്ടും. സാലറി ഇൻഹാൻഡ് സാലറിയാണ് ഞാൻ പറയുന്നത്. മേജറിന് 69,400 മുതൽ 2,07,200 രൂപ കിട്ടും. ലെഫ്റ്റനന്റ് കേരളിന് 1,21,200 മുതൽ 2,12,400 വരെ കിട്ടും. കേണൽ ആൻഡ് അബോ ആയി കഴിഞ്ഞാൽ 2.1 lakhs അബോ ആണ്. ഇത്രയും നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റിയ ജോബുകൾ വേറെ ഞാൻ കണ്ടിട്ടില്ല. അതും ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർമിയിലേക്ക് കയറാം. ഒരു ഡെഡിക്കേറ്റ് ലൈഫ്. 10-35 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടയർഡ് ആയി പോരാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സാലറി, നല്ല പെൻഷൻ, ട്രിപ്പ് അടിക്കുക. എങ്ങോട്ട് വേണേൽ 35 വയസ്സെന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റിൽ ആൺപിള്ളേർ പിന്നെയും യൂത്ത് ആണ് അല്ലെ. ഒരു 30 വയസ്സിലാണ് നമ്മൾ ഫ്രീഡം എൻജോയ് തുടങ്ങുക. ആ സമയത്ത് തന്നെ കാരണം ആലോചിക്കേ, നിങ്ങൾ ഡിഗ്രിക്ക് പോയത് തന്നെ അവസ്ഥ. 5 വർഷം പിന്നെയും പഠിക്കണം, 6-7 വർഷം പഠിച്ച് പിന്നെ എവിടെയെങ്കിലും ചെറിയ കടയിൽ ജോലി ചെയ്ത്, ചെറിയ കമ്പനികളിൽ ജോലി ചെയ്ത്, PSC ഒക്കെ പഠിച്ച് ജോലി കിട്ടുമ്പോൾ 30 വയസ്സൊക്കെ ആവും. അതേസമയം നിങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞാൽ 35 വയസ്സിൽ നിങ്ങൾ എല്ലാത്തിനും ബാധ്യത ഒഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറങ്ങി നടക്കാം. വേൾഡ് ടൂർ അടിക്കാം. ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ബിസിനസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ മാക്സിമം ഒന്ന് ഗോൾ വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി അതർ ബെനിഫിറ്റ്സ് നോക്കടാ. ഞാൻ ഇതൊക്കെ സാലറി ഒക്കെ എന്തിനത്ര പറഞ്ഞിരുന്നതെന്നറിയോ? ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതിട്ടാ കേട്ടോ. ഈ നല്ല പെണ്ണ് കല്യാണമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിക്കവാറും ജോലി വേണം. പ്രേമിച്ചെടുക്കാൻ പെമ്പിള്ളേർ എന്ത് ചെയ്യും? നമുക്ക് വലിയ ജോലി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മാരേജ് എന്ന് പറയുന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഏരിയക്ക് എത്തുമ്പോൾ അവർ നല്ല സെറ്റിൽ ആയ പ്രിഫർ ചെയ്യുള്ളൂ കേട്ടോ. അനുഭവം കരുതിക്കോ, അതിലും പ്രശ്നമൊന്നുമില്ല. ഇനി അതർ ബെനിഫിറ്റ്സ് നോക്കടാ. 15,500 രൂപയാണ്. ഓക്കെ, അതായത് ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നത് 15,500 രൂപയാണ്. പിന്നെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്, ട്രാവൽ അലവൻസ് 25,000 ഇയർലി, ഡ്രസ് അലവൻസ്, നിങ്ങളെ യൂണിഫോം മറ്റും വാങ്ങാൻ വേണ്ടി 25,000 കിട്ടും. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, നിങ്ങളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അലവൻസ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യം ഒരു സോൾജറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹോസ്റ്റൽ സബ്സിഡി, ഇനി റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസസ്, നിങ്ങൾ ഹെവി ഡ്യൂട്ടി ഏരിയ കശ്മീരിലൊക്കെ ജമ്മുവിലൊക്കെ പോവാണെങ്കിൽ അതിന്റെ റിസ്ക് അലവൻസസ് അങ്ങനെ കുറെ കിട്ടും കേട്ടോ. ഇനി മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് നോക്കിക്കോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ബി മെഡിക്കലി ഫിറ്റ്, അതായത് നിങ്ങൾക്ക് സർജറി ഒന്നും കാര്യമായിട്ട് കഴിയുന്നുണ്ടാവരുത്. അതേപോലെ തന്നെ എല്ല് പൊട്ടിയിട്ട് കമ്പി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഐസൈറ്റ് പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മക്കളെ. കുറെ ആൾക്കാർ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ലേസർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് എടുക്കാറുണ്ട്. പല പിള്ളേർ അൺഫിറ്റ് ആവാറുണ്ട്. നിങ്ങളെ മാക്സിമം ആൾക്കാർ നിങ്ങളെ മിസ്കൺസെപ്റ്റ് തന്നിട്ട് പലയിടത്തും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ഒരേ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യരുത്? പിന്നെ പെട്ട പോലെ തോന്നരുത്. എവിടുന്നും പൈസ തിരിച്ചു കിട്ടത്തൊന്നുമില്ല കേട്ടോ. കോച്ചിങ്ങിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വൈഡായിട്ട് ചൂസ് ചെയ്യുക. അതിപ്പോ ഞങ്ങളുടെ അടുത്താണെങ്കിൽ പോലും ശരി കേട്ടോ. ഇനി മസ്റ്റ് ക്ലിയർ ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ബേസിക് ഫിറ്റ്നസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അതായത് ഈ 2.4 കിലോമീറ്റർ നിങ്ങൾ 10.5 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. ഓക്കെ, ഇനി 40 പുഷപ്പ് ഉണ്ടാവും എടുക്കണം, 6 പുള്ളപ്പ് ഉണ്ടാവും, 30 സിക്സപ്പ് ഉണ്ടാവും. വേറെ രണ്ടാമത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ബേസിക് സ്വിമ്മിങ് അറിഞ്ഞിട്ടുണ്ടാവണം. സ്വിമ്മിങ് ഒക്കെ അറിയാത്തവർ വല്ല കുളത്തിലും പോയിട്ട് മലന്ന് കിടന്നോ, മെല്ലെ മെല്ലെ, വലിയ ആളുള്ളടത്തേക്കൊന്നും പോകരുത്. ലാസ്റ്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ പിടിച്ചിട്ട് പ്രേരണ കുത്തിനകത്താക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ഈ കുളത്തിന്റെ ചെറിയ വെള്ളമില്ലാത്ത ഏരിയയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം? മേലെ ഇങ്ങനെ പൊന്തി കിടന്നിട്ട് മെല്ലെ മെല്ലെ കൈയും കാലിട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യാം. ബേസിക് സ്വിമ്മിങ്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഡ്യൂറിംഗ് ട്രെയിനിങ് കാഡറ്റ്സ് ആർ ഇൻഷുർഡ് ഫോർ 50 lakh to 1 crore ആഫ്റ്റർ കമ്മ്യൂണിഷൻ. നിങ്ങളെ ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് 15 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടാവും. അതിനുശേഷം 1 കോടിയുടെ ഇൻഷുറൻസ് ഉണ്ടാവുന്നതാണ് കേട്ടോ. എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇൻ കേസ് ഓഫ് ഡിസേബിലിറ്റി ബേസ്ഡ് ഓൺ സിവിയറിറ്റി. ഇനി എന്തെങ്കിലും ഹാൻഡിക്യാപ്പ്, അതായത് കായികോ കാലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതായത് പെർമനന്റ് ആയിട്ട് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സും എക്സ്ട്രാ ബെനിഫിറ്റ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് എത്താം. ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് SSBയിൽ നിങ്ങൾ 5 ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊക്കെ ഓരോന്നിനും 100 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതിനൊക്കെ വരുന്ന സ്കോർ അനുസരിച്ചാണ് ഫൈനൽ വരിക. നോ ബെനിഫിറ്റ് ഓഫ് NCC. ഇവിടെ NCC ഉണ്ടായിട്ട് കാര്യമില്ല. ഹയർ എഡ്യൂക്കേഷൻ ഓർ സ്പോർട്സ് കോട്ട, ഇതിലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ SSBന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങോട്ടേക്ക് എടുക്കുള്ളൂ. ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 13,940 per week അപ്രോക്സിമേറ്റ്ലി ഈസ് ഫ്രീ അൺലെസ് യു ലീവ് വോളണ്ടറിലി. അതായത് ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് നിർത്തിപ്പോവാണ്. എന്നെ കൊണ്ട് ഇനി പറ്റൂല, ഞാൻ നിർത്തിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ വീക്ക് ഏകദേശം 13,940 വെച്ച് നിങ്ങൾ അവിടെ അടക്കേണ്ടി വരും. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ചിങ് SSB ഡേറ്റ്, സെന്റർ ഈസ് അക്സെപ്റ്റഡ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഡേറ്റും സെന്ററും കിട്ടിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റൂല. ടാറ്റൂസ് അലൗഡ് ഓൺലി ആസ് പെർ ഇന്ത്യൻ ആർമി പോളിസി. ടാറ്റു എന്ന് പറഞ്ഞാൽ ടാറ്റു അടിക്കാതിരിക്കുക. 10ാം ക്ലാസ്സിലും +1ലും +2ലും പഠിക്കുന്ന പിള്ളേരോട് പ്രത്യേകം പറയാണ്, ടാറ്റു അടിച്ചാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. മറ്റേ നെഞ്ചില് മറ്റേ പരിന്തിനെയും ആനേനെയൊക്കെ വരച്ചോക്കാനൊക്കെ രസമാണ്. പക്ഷെ ആർമിയിലേക്ക് അതിന് പ്രത്യേക ഗൈഡ് ലൈൻസ് ചെറിയ അളവിലേ പറ്റുള്ളൂ. അതും പെർമനന്റ് ടാറ്റൂസ് പല കേസിലും നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇഫ് മെഡിക്കലി അൺഫിറ്റ് യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. നിങ്ങൾ എക്സാം ഒക്കെ പാസ്സായി ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് മെഡിക്കലി അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ പുറത്താക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം? എന്തായാലും ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. +2 സയൻസ് പഠിച്ച പിള്ളേർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ, SSBയുടെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ ഇടാം. വെറുതെ വീഡിയോ ഇട്ട് ബാക്കിയുള്ള കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞു നമുക്കൊരു മീറ്റ് ഇട്ട് തരാം. ആ ഗൂഗിൾ മീറ്റിലിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ തന്നെ ചെയ്യാം. നിങ്ങൾ എത്ര പേര് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അത് ചോദിക്കാം. ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് നീഡ് മനസ്സിലാവുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ as soon as possible അത് ക്ലിയർ ചെയ്ത് തരാൻ നോക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ പറഞ്ഞു +1 +2 പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഞങ്ങൾ ഇതിന്റെ ട്യൂഷനും, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇതിന്റെ ട്യൂഷന്റെ കൂടെ തന്നെ ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ എല്ലാ മേഖലയ്ക്കും IAFന്റെ ഒക്കെ പ്രോപ്പർ കോച്ചിങ് ഞങ്ങൾ തരും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കയറി പോകണം.
നിങ്ങൾക്ക് ഒരു ജോലി ചെറിയ പ്രായത്തിൽ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ഫീസ് ഒരു 5000 രൂപയാണ് വരുന്നത്. ഫീസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കുട്ടികൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളത് പ്രത്യേകം പറയാം. നമുക്ക് എന്ത് ചെയ്യാം, പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ ലക്ഷ്യം എന്താന്ന്, ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ഈ 100 കുട്ടികൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏകദേശം 10000 രൂപയായിരിക്കും ഫീസ് വരിക. കാരണം നമുക്കത് റൺ ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ. ഇനി ജോയിൻ ചെയ്യുന്ന എത്ര പിള്ളേരാണെങ്കിലും ശരി, നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ് തരുന്നത് ഞങ്ങളുടെ കടമയാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.